ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് പല കാര്യങ്ങളും ചെയ്തിട്ട് റിസൾട്ടൊക്കെ കിട്ടാത്ത ആളുകളുണ്ട്. ചില ആൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് നമ്മൾ കിട്ടിയ റിസൾട്ട് മൊത്തത്തിൽ അങ്ങ് പോയി, അതായത് മുടി മൊത്തത്തിൽ പൊഴിഞ്ഞു പോകുന്നുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 10-12 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾ സ്കിൻ കാര്യത്തിലാണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്തിന്റെ നീളം വെക്കാത്ത പ്രശ്നം അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറേ ഹെയർ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടൈപ്പ് ഹെയറിന് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, നമ്മുടെ നീളം വെക്കാത്ത എന്താണ്, ചുണ്ട് കീറുന്നത് എന്താണെന്നുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിനെക്കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ കമന്റ് ബോക്സ് തന്നെ കുറേ കമന്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഏത് ടൈപ്പ് ഹെയർ ആണ്, അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെയാണ് നമ്മളെ കമന്റിൽ കുറേ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ഹെയറിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്തിന് പ്രശ്നം വരും. അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. കൂടുതൽ വർണ്ണിക്കണം നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഓരോ പോയിന്റ് വെച്ച് പറഞ്ഞുതരാം. മാക്സിമം എനിക്കൊരു 4 മിനിറ്റ് 5 മിനിറ്റിൽ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള എന്നെക്കൊണ്ട് മനസ്സിൽ നമ്മൾ കൂടുതൽ ബോറടിപ്പിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്നുള്ള ഡയറ്റ് ഉണ്ടാവില്ല, നമ്മൾ കീറ്റൊക്കെ പോലെ പെട്ടെന്ന് ഡയറ്റ് എടുത്തിട്ട് നിങ്ങൾ മെലിയാനുള്ള ശ്രമത്തിലൊക്കെ ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. അപ്പം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പം കഴിയുന്നതും കുറച്ച് സ്ലോ ആയിട്ട് ഹെയർ ഫോളിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കുറച്ച് സ്ലോ ആയിട്ട് നിങ്ങൾ ഡയറ്റ് എടുക്കാൻ നോക്കുക. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ ഇൻബാലൻസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. സ്ത്രീകൾക്കാണെങ്കിൽ ഈസ്ട്രജനും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ആൻഡ്രജനാണ്. ഈ ഈസ്ട്രജൻ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ആൻഡ്രജൻ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ആൻഡ്രജൻ്റെ കൂടുതലായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഹോർമോൺ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. അതുപോലെ തന്നെയാണ് വേറെ ഒന്നാണ് സ്ട്രെസ്സിൻ്റെ കൂടുതലായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഈ ഒരു കാലത്ത് സ്ട്രെസ് ഉണ്ടാവാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതല്ല, എന്നാലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുള്ളത് മനസ്സിലാക്കുക. സ്ട്രെസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ആൻഡ്രജൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു ഹോർമോൺ മാറി വരും, നിങ്ങൾക്ക് ഇതേപോലെ ഹെയർ ഫോൾ നല്ല രീതിയിൽ വരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അയൺ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്രശ്നം വരും, അതായത് അനീമിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അയൺ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അയൺ കണ്ടന്റ്. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ തൈറോയിഡിനെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ തൈറോയിഡിന്റെ കാര്യത്തിൽ തൈറോയിഡ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നോക്കുക. തൈറോയിഡ് കൂടി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡയറക്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. അതുപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി, വിറ്റാമിൻ B12 വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. അപ്പോൾ വിറ്റാമിൻ B12 എന്ന് പറയുമ്പോൾ നമുക്ക് ഇറച്ചി, മുട്ട, അതുപോലത്തെ മീൻ അങ്ങനത്തെ കാര്യത്തിൽ നിന്നാണ് ഈ വിറ്റാമിൻ B12 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം വിറ്റാമിൻ D എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഫുൾ ടൈം വെയിൽ കൊള്ളാമെന്നല്ല പറയുന്നത്, നമ്മൾ നല്ല രീതിയിൽ കൂടുതൽ വെയിൽ കൊള്ളാനും പാടില്ല, പക്ഷേ വെയിൽ കൊള്ളും വേണം. അപ്പോൾ നിങ്ങൾ ഏകദേശം വൈകുന്നേരം ഒരു 4 മണിത്തെ ഒരു വെയിൽ, അതുപോലെ തന്നെ രാവിലെ 10 മണിൻ്റെ മുന്നുള്ള വെയിലൊക്കെ കുറച്ചൊന്ന് കൊള്ളാൻ നോക്കുക. അപ്പോൾ നമുക്ക് അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ കൂടുതലും AC റൂമിൽ ഇരിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാതെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുക കൂടുതലും. പക്ഷേ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു വിറ്റാമിൻ B12 വിറ്റാമിൻ D ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകും, ഹെയർ ഗ്രോത്ത് വെക്കില്ല. പിന്നെ കോമൺ ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ മുടി തോർത്തുന്നത് നമ്മൾ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തോർത്താൻ നോക്കുക കഴിയുന്നതും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് കിടന്നിങ്ങനെ ഉരയ്ക്കരുത്. അതുപോലെ തന്നെ ചിലതിങ്ങനെ അടിച്ചുണക്കുന്ന ആളുകളുണ്ടാവും, അത് കുറയ്ക്കുക. പിന്നെ നല്ല ടൈറ്റായിട്ട് നെറ്റി കയറി വെക്കുന്ന രീതിയിൽ മുടി കെട്ടി വെക്കുന്നത്, അല്ലെങ്കിൽ പിന്നി വെക്കുക, ഭയങ്കര ടൈറ്റായിട്ട് പിന്നി വെക്കുന്ന ആളുകളുണ്ട്, അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഈ ഒരു പിന്നി വെക്കുന്നത് ഓൾറെഡി നമ്മളെ ഹെയർ ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും വിറ്റാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മളെ മുടി ഭയങ്കര തിന്നായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളത് ടൈറ്റായിട്ട് പിന്നും കൂടെ നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി പോരാൻ തുടങ്ങും. അപ്പോൾ അത് പുതിയ മുടി വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ പ്രയാസപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ഓയിലേ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ തന്നെ ഒരു 1 വീക്കിലെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക, ബോയിൽ ചെയ്തിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു 1 മന്ത് 2 മന്ത് കൂടുമ്പോൾ സ്പ്ലിറ്റ് എൻഡ് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രഗ്നൻസി പീരീഡിലൊരു പ്രഗ്നൻസിൻ്റെ മുന്നേ ഒരു 3 മാസം, അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞ ഒരു 3 മാസം നമുക്ക് നോർമലായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുവന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് നിൽക്കുന്നില്ല, ഒരു 3 മന്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണം. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്തെങ്കിലും ഇങ്ങനത്തെ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.